2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ UDFിലേക്ക് LDFിൽ നിന്ന് ചില ഘടകകക്ഷികൾ വരും എന്നായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകൾ എല്ലാം തള്ളിക്കളയാറായിട്ടില്ല, ചിലത് സംഭവിക്കാം. എന്നാലും എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നടക്കും എന്ന് കരുതിയിരുന്നതിൽ ഒന്ന്, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDFിലേക്ക് വരും. രണ്ട്, വളരെ പെട്ടെന്ന് ഉണ്ടായ, അതായത് PM ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിന്ന CPM ആ തീരുമാനത്തിന് മുന്നിൽ CPIയുടെ കൊമ്പ് കോർക്കലിന് വഴങ്ങുകയാണ് ചെയ്തത്. അതില്ലായിരുന്നുവെങ്കിൽ CPIയും മുന്നണി വിട്ട് UDFിലേക്ക് വരും. അത്തരത്തിൽ അടൂർ പ്രകാശും സ്വാഗതം ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ ഒരു കണക്കുകൂട്ടലുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. UDFിനകത്ത് അല്പം മ്ലാനത സംഭവിച്ചതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗം മുമ്പോട്ട് വെച്ച കാല് പിന്നിലോട്ട് വലിച്ചിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ UDF കേരളത്തിൽ അപ്രസക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം BJP കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി മാറുന്നു. അത് UDFിനായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക എന്നുള്ളതും കേരള രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ള ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ UDFിലേക്ക് ചേക്കേറുക എന്നുള്ള കാര്യം ജോസ് കെ മാണി അങ്ങ് മാറ്റിവെച്ചത്. ഇനി അതല്ല, തീരുമാനത്തിൽ എന്തെങ്കിലും പുനർവിചിന്തനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ, അതിലൊരു ഏകദേശ ചിത്രം ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാകാം മുന്നണി മാറ്റം എന്നുള്ളതാണ് ജോസ് കെ മാണി വിഭാഗം തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ലീഗിനും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാം. അതും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് നിൽക്കും. ഈ അവസരത്തിൽ UDF മുന്നണി വിപുലീകരണത്തിലേക്ക് തന്നെ മുമ്പോട്ട് പോവുകയാണ്. എങ്ങനെയോ അധികാരം പിടിക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചിലർ UDF മുന്നണിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നമുക്കറിയാം, SNDPയുടെ ഒരു ഭാഗമാണ്, ഈഴവ സമുദായത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് BDJS. വെള്ളാപ്പള്ളി നടേശൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത് അവസാനം എത്തുമ്പോഴേക്കും രൂപീകൃതമായ ഒരു പാർട്ടിയാണ് BDJS. അതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈ BDJS NDA മുന്നണിയിലേക്ക് ചേരുകയും പക്ഷെ വേണ്ട തരത്തിൽ അർഹമായ പ്രാതിനിധ്യം പലപ്പോഴും NDA മുന്നണിയിൽ നിന്ന് കിട്ടിയില്ല എന്നും അവർക്ക് വ്യാപക പരാതി നിൽക്കുന്നുണ്ട്. 2014 അതായത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്ര തലത്തിൽ ഒരു പരിഗണന ലഭിക്കും എന്ന് കരുതി, ഒരു കേന്ദ്ര സഹമന്ത്രി, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യസഭാ MP സ്ഥാനമെങ്കിലും അവർ കണക്ക് കൂട്ടി. അത് തെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. 2014 കഴിഞ്ഞു, 2019 കഴിഞ്ഞു, 2024 കഴിഞ്ഞു, ഒരു വർഷവും പിന്നിടാൻ പോവുകയാണ്. ഈ വേളയിലും BDJSന് അർഹമായ പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതിൽ അവർക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും ശക്തമായ അമർഷവും പ്രതിഷേധവും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ BDJS UDFുമായിട്ടുള്ള ഒരു ഒന്നടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന KC വേണുഗോപാലുമായിട്ട്, ഹൈക്കമാൻഡിൻ്റെ ആളുമായിട്ട് തന്നെ ഒരു അനൗദ്യോഗിക ചർച്ച നടത്തി എന്നാണ് അറിയുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകുന്നു. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും നൽകും എന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പിന്മേൽ BDJS
UDF ചേക്കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ശബരിമല വിഷയം വന്നതിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി അതിശക്തമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെയും ഒക്കെ അതിനിശ്ചിതമായി വിമർശിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ KC വേണുഗോപാലുമായിട്ടുള്ള അനൗദ്യോഗിക ചർച്ചകളിൽ ഈ മുസ്ലിം ലീഗിനോടുള്ള ഒരു പ്രീണനം കുറയ്ക്കുക എന്നുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ BDJS-നെ UDF കൊണ്ടുവരാം എന്നുള്ള കണക്കുകൂട്ടലാണ് ഈ വെള്ളാപ്പള്ളി നടേശനും KC വേണുഗോപാലുമായിട്ടുള്ള ചർച്ചയിൽ രൂപീകൃതമായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം UDF-നോടുള്ള ഒരു അമർഷവും ദേഷ്യവും എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും ഒരു ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്ന VD സതീശനോടാണ്. ആ VD സതീശനെ ഒതുക്കി നിർത്താൻ കഴിയും എന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം. കാരണം KC വേണുഗോപാൽ കേരളത്തിൽ കളം പിടിച്ചു കഴിഞ്ഞാൽ ഈ VDയെ ഒതുക്കി തീർക്കാൻ കഴിയും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയും സംഘവും BDJS UDF ഘടകകക്ഷിയായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് നിന്ന് ഉദയം ചെയ്തിട്ടുള്ള അതും അതായത് 2020 ആര് കാരണം ഉദയം ചെയ്യാൻ? UDF കാരണം. UDF-ലെ ബെന്നി ബെഹനാൻ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു 2020 അവിടെ ശക്തി പ്രാപിച്ചു വന്നത്. ആ 2020-യുമായിട്ട് അതായത് സാബു ജേക്കബുമായിട്ട് ഇപ്പോൾ UDF കൈകോർക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. കാരണം കുന്നത്തുനാട്ടിൽ തന്നെ 2021 44,000 വോട്ടാണ് പിടിച്ചെടുത്തത്. അത് അത്തരത്തിൽ വോട്ട് നേടിയിരിക്കുന്നത് തന്നെ UDF-ന് ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ല എപ്പോഴും UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. എത്ര പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇവിടെ ഇപ്പോൾ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 9 UDF-ഉം 5 ഇടത്ത് LDF-ഉമാണ്. അത് ഈ 5 ഇടവും കൂടി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2020-യുമായിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് നീങ്ങാനാണ് UDF ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുന്നത്തുനാടും പെരുമ്പാവൂരും ഈ 2 നിയമസഭാ മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കും. UDF ജയിച്ച് വന്നു കഴിഞ്ഞ് ഈ 2 ഇടത്തു നിന്നും MLA-മാരും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2020-ക്ക് ഒരു മന്ത്രിയും ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് LDF-ന്റെ കൈവശം ഇരിക്കുന്നത് തന്നെ പറയുന്നത് കുന്നത്തുനാടും കോതമംഗലവും വൈപ്പിനും കൊച്ചിയും ഒക്കെയാണ്. വൈപ്പിൻ പൊതുവെ ഒരു ഇടതുപക്ഷ സ്വഭാവം തന്നെയാണ് നിലനിർത്തുന്നത്. അപ്പോൾ ഈ 14 മണ്ഡലങ്ങളും UDF-ന് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ ആധിപത്യമുള്ള 2020-യെയും കൂടി UDF ചേർത്ത് നിർത്താനുള്ള അനൗദ്യോഗിക ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ UDF-ലേക്ക് 2 പുതിയ ഘടകകക്ഷികൾ കടന്നു വരും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.